നമസ്കാരം. ഓ ഓ ഓ കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാൽപജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അരണ്യകാണ്ഡം 26-ാം സർഗത്തിലെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ദൂഷണൻ്റെ നേതൃത്വത്തിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂഷണൻ ഇപ്പോൾ അതിശക്തരായ 5000 രാക്ഷസന്മാരെ രാമനെ നേരിടാനായിട്ട് അയച്ചു. രാമൻ അവരെ തീക്ഷ്ണങ്ങളായ ശരങ്ങളാൽ പ്രതിരോധിക്കുകയും ചെയ്തു. രാമൻ ഇപ്പോഴും ദൂഷണനോടൊപ്പമുള്ള സേനയുടെ നേരെ ബാണങ്ങൾ തൂക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി യുദ്ധം ഏത് ദിശയിലേക്കാണ് കടക്കുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലോകം 6, 7, 8. ശ്ലോകം 7. ശ്ലോകം 6, 7, 8. ശ്ലോകം 6. ശരൈരഭ്യഗിരത് സൈന്യം സർവതഃ സഹദൂഷണം തത സേനാപതി ക്രുദ്ധോ ദൂഷണ ശത്രുദൂഷണഃ. ശ്ലോകം 7. ശരൈരശനികൽപ്പൈസ്തം രാഘവം സമവാരയത് തതോ രാമ സുസംക്രുദ്ധ ക്ഷുരേണാസ്യ മഹദ്ധനുഃ. വിച്ഛേദ സമരേ വീര ചതുർഭിച്ഛതുരോ ഹയാൻ ഹത്വാ ചാശ്വാൻ ശരൈസ്തൃഷ്ണൈ അർത്ഥചന്ദ്രേണ സാരഥിഃ. 6, 7, 8 ശ്ലോകങ്ങളുടെ അർത്ഥം. ദൂഷണനോടൊപ്പമുള്ള സേനയുടെ നേരെ എമ്പാടും ബാണങ്ങൾ തൂക്കി രാമൻ. ശത്രു ദൂഷണനും സേനാപതിയുമായ ദൂഷണൻ അശനികൽപ്പങ്ങളായ, അതായത് ഇടിമിന്നൽ പോലുള്ള ബാണങ്ങൾ രാമന് നേർക്ക് എയ്തു കൂട്ടി. രാമൻ അതിക്രുദ്ധനായി അവൻ്റെ വലിയ വില്ലിനെ ഒരു കത്തി അമ്പുകൊണ്ട് മുറിച്ചു വീഴ്ത്തി. അതോടൊപ്പം 4 രാക്ഷസരെയും 4 ഹയങ്ങളെയും തീക്ഷ്ണ ശരങ്ങളെ കൊണ്ട് അശ്വങ്ങളെ കൊന്നിട്ട് അർദ്ധചന്ദ്രാകാരമായ അമ്പുകൊണ്ട് സാരഥിയുടെ ശിരസ്സും ഛേദിച്ചു. ശ്ലോകം 9, 10, 11, 12. ശിരോ ജഹാരതദ്രാക്ഷസ്ത്രിഭിർവിവ്യാധവക്ഷസി സച്ഛിന്നധന്വാ വിരഥോ ഹതാശ്വോ ഹതസാരഥിഃ. ശ്ലോകം 10. ജഗ്രാഹഗിരിശൃംഗാഭം പരിഖം രോമഹർഷണം വേഷ്ടിതം കാഞ്ചനൈപട്ടൈർ ദേവസൈന്യാഭിമർദ്ദനം ആയസൈ ശംഖുഭിസ്തീഷ്ണൈ കീർണം പരവസോക്ഷിതം വജ്രാശനി സമസ്പർശം പരഗോപുരധാരണം. തം മഹോരഗസങ്കാശം പ്രഗൃഹ്യ പരിഖം രണേ ദൂഷണോഭ്യപതദ്രാമം ക്രൂരകർമാനിശാചരഃ. ശ്ലോകം 13. 9, 10, 11, 12 ശ്ലോകങ്ങളുടെ അർത്ഥം. 3 അമ്പുകൾ ആ രാക്ഷസൻ്റെ മാറിലേക്ക് എയ്തു. വില്ല് ഒടിയുകയും തേര് തകരുകയും കുതിരകളും സാരഥിയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ദൂഷണൻ ഗിരിശൃംഖം പോലുള്ള ഇരുമ്പുലക്ക് കയ്യിലെടുത്തു.
തങ്കക്കെട്ടുകളുള്ളതും ദേവസൈന്യത്തെ പേടിപ്പെടുത്താൻ പോകുന്നതും തീക്ഷ്ണങ്ങളായ ഇരുമ്പാണികൾ തറച്ചിട്ടുള്ളതും ശത്രുക്കളുടെ രക്തം പുരണ്ടതും വജ്രായുധത്തിനും അശനിക്കും തുല്യമായതും ശത്രുക്കളുടെ കോട്ടകളെ ഉടയ്ക്കാൻ കഴിവുള്ളതും പെരുമ്പാമ്പ് പോലെയുള്ളതും പേടികൊണ്ട് രോമാഞ്ചമുണ്ടാക്കുന്നതുമായ ഇരുമ്പുലക്ക. ആ ക്രൂരനായ നിശാചരൻ പരിഘവുമെടുത്ത് രാമൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ശ്ലോകം 13. ഭ്രഷ്ടസ്തസ്യ മഹാകായ. ശ്ലോകം 13. തസ്യാഭിപതമാനസ്യ ദൂഷണസ്യ ച രാഘവഃ ദ്വാഭ്യാം ശരാഭ്യാം ചിച്ഛേദ സഹസ്താഭരണൗ ഭുജൗ. ചാടി വീണ ദൂഷണൻ്റെ ഹസ്താഭരണങ്ങളോടുകൂടിയ ഇരു കൈകളും 2 അമ്പുകൾ കൊണ്ട് രാഘവൻ ഛേദിച്ചു. 13 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. 26-ാം സർഗത്തിലെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.